നമ്മൾ ഇവരെയൊക്കെ കണ്ടിട്ടെ പക്ഷേ ഒരു അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ആലോചിക്കുമ്പോ സ്ഥാപനത്തിനോട് പറഞ്ഞു ഇവര് ഭയങ്കര അനുഗ്രഹത്തിലാണ്. യഥാർത്ഥത്തിൽ ഇവരോട് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന സ്റ്റാഫാണ്. കാരണം ഇവർക്ക് ഇത്രയും നല്ല അനുഭവങ്ങൾ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന എളുപ്പമല്ല. എനിക്ക് തോന്നുന്നു അതൊരു വലിയ ചലഞ്ചാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഭൂമി കഴിഞ്ഞൊരു ലോകത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന സൗഭാഗ്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് അസൂയാണ്. ഇവിടെയുള്ള ചില കുട്ടികൾ അറിയാം, ഒരു 5 മിനിറ്റ് എനിക്ക് അമ്മേനോടൊന്ന് സംസാരിക്കാം, സാർ എനിക്ക് അമ്മേനൊന്ന് കാണാൻ പറ്റുമോ, എൻ്റെ അച്ഛൻ്റെ കൂടെ കുറച്ചിട്ട് ഇരിക്കാൻ പറ്റുമോ, ഒരു 5 മിനിറ്റ് എൻ്റെ അമ്മേനൊന്ന് വിളിച്ചു തരുമോ. ഞങ്ങൾ തന്നെ ഏതെങ്കിലും സ്റ്റാഫിനെ ഫോൺ വിളിച്ചിട്ട് അമ്മയെന്ന് പറഞ്ഞ ഫോൺ കൊടുക്കും. 1 മണിക്കൂറൊക്കെ അവർ സംസാരിക്കും. എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ അച്ഛനമ്മയുടെ കുട്ടികളെ നമ്മൾ വിളിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ അമ്മയില്ലാത്ത കുട്ടികൾക്ക് കൂടെ ഫോൺ വിളിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും സ്റ്റാഫിനെ അവരോട് സംസാരിക്കുക. അപ്പോൾ അവർ സ്വന്തം അമ്മയാണെന്നുള്ള ധാരണയിൽ കുറേ പേര് സംസാരിക്കും. അപ്പോൾ കുറേയൊക്കെ അർത്ഥത്തിൽ ഇപ്പോൾ ഇവിടുത്തെ കെയർ ടേക്കർ അവരുടെ അമ്മയാണ്, അവർ അമ്മയെന്ന് വിളിച്ചിട്ടാണ് കെയർ ടേക്കറുടെ അടുത്തേക്ക് പോകുക. ഇല്ലെങ്കിൽ സ്കൂളിലേക്ക് എപ്പോഴും കൊണ്ടുപോകുന്ന ഡ്രൈവർ അവരുടെ അച്ഛനാണ്. അങ്ങനെ തന്നെയാണ്, ആ ഫീലിംഗ് തന്നെയാണ് അവരോട് അവർ പെരുമാറുക. അങ്ങനെ ഇൻമേഴ്സിലും കുറേ ആളുകൾ അവരുടെ സ്വന്തക്കാരായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ ചില കുട്ടികളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് നിയന്ത്രണം വിട്ട് പോകാറുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു കുട്ടിയുണ്ട്, അവൻ എപ്പോഴും ഓടിപ്പോയിട്ട് ആ കുട്ടികളൊക്കെ ഉണ്ടാ സാറിൻ്റെ അച്ഛ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തി തരിക. ചില കുട്ടികളോട് നീ വിളിക്കുന്നത് നിന്റെ അമ്മേനെ അല്ല എന്നറിയുന്നത് നമ്മൾ മാത്രം. നമ്മുടെ മുമ്പിലിരുന്ന ആ കുട്ടികൾ അമ്മേനെയൊക്കെ വിളിച്ച് ആരെങ്കിലും സ്റ്റാഫിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു എന്താ അതിന് വിളിക്കണമെന്ന് അറിയില്ല, അത്രയൊരു മാനസികാവസ്ഥ.